ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽ സർക്യൂട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ വാലറ്റ് കണക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാം, അത് കേട്ടിട്ട് മാത്രം പോവാം. ഓക്കെ, സ്കിപ്പ് ചെയ്ത് പോകരുത്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, എല്ലാവർക്കും കണക്ഷൻ വന്നിട്ടില്ല. കണക്ട് ചെയ്തവർക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ടെലഗ്രാം കണക്ട് ചെയ്ത് പോയവരുണ്ട്, അവർക്കൊക്കെ ഉള്ള ഉത്തരം ആദ്യം പറഞ്ഞിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ടെലഗ്രാം വാലറ്റ് കണക്ട് ചെയ്തവർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ഇഷ്യൂ ഇല്ല. നിങ്ങൾ ടെലഗ്രാം കണക്ട് ചെയ്തെങ്കിൽ ഒരു പ്രശ്നമില്ല. ഓക്കെ, ടോൺ കീപ്പർ കണക്ട് ചെയ്യുന്നവരാണെങ്കിൽ അതിനൊരു പ്രശ്നമില്ല. അപ്പോൾ കണക്ട് ചെയ്യാത്തവർ ഈ വീഡിയോ കണ്ട് കണക്ട് ചെയ്യാം. ഓക്കെ, പിന്നെയുള്ള ഇഷ്യൂ ആണ്, ചിലവർക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതുവരെ വന്നിട്ടില്ല. കമ്മിങ് സൂൺ എന്നാണ് കിടക്കുന്നത്. എനിക്ക് ഇതുവരെ കമ്മിങ് സൂൺ ആയിരുന്നു, ഇപ്പോഴാണ് വന്നത്. അതുപോലെ തന്നെ കണക്ട് ചെയ്തവർക്ക് വീണ്ടും കമ്മിങ് സൂണിലേക്ക് പോകുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ അടുത്ത് തന്നെ സോൾവ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ ജസ്റ്റ് കണക്ട് ചെയ്യുക. എന്നിട്ട് കമ്മിങ് സൂണിലേക്ക് പോയാലും പ്രശ്നമല്ല, വീണ്ടും തിരിച്ചു വരും. ഓക്കെ, ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും അപ്ഡേറ്റ് കാര്യങ്ങൾ വരികയാണെങ്കിൽ ടെലഗ്രാം ചാനലിൽ അപ്പോൾ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ മൈനിങ് സ്റ്റാർട്ട് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് ടൈമുണ്ട്. ജൂലൈ വരെ ടൈമുണ്ട്. ജൂലൈയിലാണ് ലിസ്റ്റിംഗ് വരാൻ പോകുന്നത്. അപ്പോൾ ജൂലൈ വരെ ടൈമുണ്ട്. ജൂലൈ വരെ മാക്സിമം മൈൻ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു പ്രോഫിറ്റ് പെർ അവറിനാണ് ഇതിൽ ഒരു വാല്യൂ കൊടുക്കുന്നത്, നമുക്ക് ഇവിടെയുള്ള കോയിൻ ബാലൻസിനല്ല. ഓക്കെ, അത് ഓൾറെഡി ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ടീം പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. നിങ്ങൾ പ്രോഫിറ്റ് മാക്സിമം കൂട്ടാൻ നോക്കുക. ഈ ഒരു കോയിൻ ബാലൻസ് അല്ല നമുക്ക് വേണ്ടത്. ഇവിടെ 10 മില്യൺ ബാലൻസ് വെക്കുക. കാരണം ഡെയിലി കോമ്പോ കംപ്ലീറ്റ് ചെയ്യാൻ 10 മില്യൺ ആവശ്യം വരും. ബാക്കിയെല്ലാം നിങ്ങൾ ഈ കാർഡുകൾ അപ്ഗ്രേഡ് ചെയ്ത് പ്രോഫിറ്റ് കൂടുന്നത് നോക്കുക. കാർഡുകൾ അപ്ഗ്രേഡ് ചെയ്യാൻ മൈനിലേക്ക് പോവുക. മൈനിൽ പോയി നിങ്ങൾക്ക് ഓരോ കാർഡ് അപ്ഗ്രേഡ് ചെയ്യാൻ എത്ര കോയിൻ വേണം ഇവിടെ നോക്കാം. അതുപോലെ തന്നെ ചില കാർഡുകൾ ലോക്ക് ആയിരിക്കും. അത് അൺലോക്ക് ആക്കാൻ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ താഴെ തന്നെ എഴുതിയിട്ടുണ്ടാവും ഏത് കാർഡ് അപ്ഗ്രേഡ് എത്ര ലെവൽ എത്തിച്ചാൽ അത് തുറക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാ ടാബിലും പോയി നോക്കിയതിന് ശേഷം ആ ഒരു കാർഡ് അപ്ഗ്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട കാർഡ് അൺലോക്ക് ആവും. അപ്പോൾ ആ ഡീറ്റെയിലൊക്കെ നമ്മൾ ടെലഗ്രാം ചാനലിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വേണ്ടവർ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതുവരെ വാലറ്റ് ഉണ്ടാക്കാത്ത ആളാണെങ്കിൽ ടോൺ കീപ്പർ എന്ന് പറഞ്ഞ വാലറ്റ് ഉണ്ടാക്കുക. ടെലഗ്രാം കണക്ട് ചെയ്തവർ അത് മതി, ഒരു പ്രശ്നമില്ല. ടെലഗ്രാമും ടോൺ കീപ്പ് ചെയ്യാൻ പറ്റുന്ന വാലറ്റ് തന്നെയാണ്. ഒരു രീതിയിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ ടെലഗ്രാം തന്നെ മതി. പിന്നെ കമ്മിങ് സൂൺ ഉള്ളവർക്ക് ഉടനെ തന്നെ വരും. ഈ കണക്ട് ചെയ്തിട്ട് വീണ്ടും കമ്മിങ് സൂണിലേക്ക് പോവുകയാണെങ്കിൽ അതെങ്ങനെ ശരിയാക്കണം എന്നുള്ള ടെലഗ്രാമിൽ പറയാം. അത് ഓട്ടോമാറ്റിക്കലി വീണ്ടും കണക്ട് ആകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ആവുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ കണക്ട് ചെയ്യണം വീണ്ടും എന്നുള്ള ടെലഗ്രാമിൽ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ടോൺ കീപ്പർ എന്ന് പറയുന്ന വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താലും മതി. ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് വാലറ്റ്. അപ്പോൾ ഞാൻ എങ്ങനെ ഒരു വാലറ്റ് സെറ്റപ്പ് ചെയ്യാൻ ഓൾറെഡി മെറ്റാമാസ്കിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെറ്റാമാസ്ക് വാലറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് കണ്ടൊരു വാലറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി പഠിക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഒരു വീഡിയോ കാണുക. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും, ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇമ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള മെറ്റാമാസ്ക് അക്കൗണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റും ചെയ്യാം. ഹാംസ്റ്റർ കോമ്പാറ്റിന് വേണ്ടി പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് മെറ്റാമാസ്ക് ഉണ്ടെങ്കിൽ ഇവിടെ ഇമ്പോർട്ട് കൊടുത്താൽ ഇമ്പോർട്ട് ചെയ്യാം. ഞാനിപ്പോൾ പുതിയൊരെണ്ണം ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ക്രിയേറ്റ് ന്യൂ വാലറ്റ് കൊടുത്തു. അതിനുശേഷം ഒരു പാസ്കോഡ് ചോദിക്കുന്നുണ്ട്. നമ്മളൊരു പാസ്കോഡ് ക്രിയേറ്റ് ചെയ്യണം. പാസ്കോഡ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യണം. എനേബിൾ ചെയ്യാം. ഇത്രയേ ഉള്ളൂ, വാലറ്റ് ക്രിയേറ്റ് ആയി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ എനേബിൾ ചെയ്യാം. ഓക്കെ, ഞാനൊക്കെ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ടെലഗ്രാം ബോട്ടിലേക്ക് പോവുകയാണ്. വാലറ്റ് സെറ്റപ്പ് ചെയ്തതിനു ശേഷം ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ബോട്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കണക്ട് യുവർ വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. വരാത്തവർക്ക് ഉടനെ വരും, കമ്മിങ് സൂൺ ഉള്ളവർക്ക് വരും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കണക്ട് യുവർ ടോൺ വാലറ്റ് എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് വരും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടെലഗ്രാം വാലറ്റ് കണക്ട് ചെയ്യണോ, ടോൺ കീപ്പർ വേണോ, കുറേ വാലറ്റുകൾ കാണും. ടെലഗ്രാം കണക്ട് ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം. ടോൺ കീപ്പർ വേണ്ടവർക്ക് ഞാനിപ്പോൾ ചെയ്തോളൂ. ടോൺ കീപ്പർ സെറ്റപ്പ് ചെയ്യുക. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു പേജിലേക്ക് വരും. അവിടെ സൈൻ ഇൻ വിത്ത് ടോൺ കീപ്പർ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആപ്പിലേക്ക് പോകും. അവിടെ നിന്ന് കണക്ട് വാലറ്റ് എന്ന് പറയുന്നൊരു പോപ്പപ്പ് വരും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സക്സസ് ആയിട്ടുണ്ട്. നമ്മളുടെ ടോൺ കീപ്പറും നമ്മളുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് കണക്ട് ആയിട്ടുണ്ട്. പിന്നീട് ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ബോർഡിലേക്ക് വന്നാൽ കണക്ട് ആയി എന്ന് സക്സസ് കാണാൻ പറ്റും. ഒരു ടിക്കും വന്നിട്ടുണ്ടാവും. അതിനുശേഷം ഇവിടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ടാസ്ക് ഉണ്ട്. അതും തീർച്ചയായിട്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയും സിമ്പിളായിട്ടുള്ള പരിപാടിയാണെങ്കിൽ 2 ടാസ്കുകൾ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. അഥവാ ഇനി കമ്മിങ് സൂണിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങൾ ടെലഗ്രാം ചാനലിൽ പറയും. അപ്പോൾ നിങ്ങൾ ടെലഗ്രാം വാലറ്റ് കണക്ട് ചെയ്ത ഒരാളാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ടോൺ കീപ്പർ കണക്ട് ചെയ്താണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, നിങ്ങൾ മറന്നു പോകേണ്ടാത്തൊരു കാര്യം, നിങ്ങൾ ബാക്കപ്പ് സീഡ് ഫ്രേസ് കാര്യങ്ങളൊക്കെ ബാക്കപ്പ് ചെയ്ത് വെക്കണം. ഒരു ബുക്കിൽ എഴുതി വെക്കുക. നിങ്ങളുടെ ഫോൺ അഥവാ എന്തെങ്കിലും പറ്റുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫുൾ വാലറ്റും കാര്യങ്ങളൊക്കെ പോവും. ഒരു ബുക്കിൽ ആ 12 വേർഡ്സുള്ള സീഡ് ഫ്രേസ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോണിലേക്കും നമ്മളുടെ വാലറ്റ് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവർ മെറ്റാമാസ്ക് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ കാണുക. അല്ലെങ്കിൽ പുതിയൊരു ടോൺ കീപ്പർ വാലറ്റ് ക്രിയേറ്റ് ചെയ്താലും മതി. അല്ലെങ്കിൽ ടെലഗ്രാം കണക്ട് ചെയ്യുക. എന്ത് ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനും കണ്ടപ്പോൾ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ചാനലിൽ വേറെ വീഡിയോസും കാര്യങ്ങളും എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ചെക്കൗട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഇനി വരുന്ന അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എല്ലാ അപ്ഡേറ്റ്സും കിട്ടാനായിട്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടെലഗ്രാമിൽ വന്ന് ചോദിക്കുക, കമൻറ്റ് ഇടുക ഒക്കെ ചെയ്യാം. റിപ്ലൈയും കാര്യങ്ങളൊക്കെ തന്നെ തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.